ഹായ് ഹലോ സുമം ഡോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നീളമുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. ഇത് നല്ല കാണാനുള്ള വീഡിയോ ആണ്. വിസിറ്റ് ചെയ്ത് പോകാനും യാത്ര ചെയ്യാനും നിങ്ങൾക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാനുമുള്ള ഏരിയ ഉള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ കാണണം. ഇത് ഇവിടുന്ന് റാന്നി, ചെങ്ങന്നൂർ, ആറന്മുള ആ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. ഇത് കണ്ടോ, ഈ സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പോകുന്ന വഴിക്ക് കാണാനുള്ള സ്ഥലങ്ങളാണ്. ഇത് 2018 ഇവിടെ വെള്ളം കയറിയ സ്ഥലമാണ് കേട്ടോ. 1ാം നില വരെയും വെള്ളം കയറിയിട്ട് വള്ളത്തേൽ ആൾക്കാരെ കൊണ്ടുപോയ ഏരിയയാണിത്. അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളാണ്. പമ്പാ നദിയുടെ തീരമാണിത്. ഈ സ്ഥലങ്ങൾ നല്ല നിരപ്പായ ഭൂമിയാണ്. ധാരാളം ആൾക്കാരും താമസിക്കുന്നതാണ്. ഇതാണ് ഹിമാലയൻ പാറ. ഇവിടെ കൊട്ടവഞ്ചിയും ബോട്ടിങ്ങും ഒക്കെ നടത്താൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ഏരിയ ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇതിലിവർ മീൻ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും അറിയത്തില്ല എന്താണ് എന്ന്. എന്തായാലും കാണാൻ ഭംഗിയുണ്ട്. ഹിമാലയൻ പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും. അടിപൊളി സ്ഥലമല്ലേ. ഇത് ആറന്മുള ഭാഗത്തുള്ള ഏരിയ ആണ്. ആറന്മുളയിലാണ് ഈ ഏരിയ ഉള്ളത്. അവിടുന്ന് ഞങ്ങൾ ആറന്മുള അമ്പലത്തിൽ അങ്ങോട്ടേക്ക് പോയി. ആറന്മുള അമ്പലം നല്ല പ്രസിദ്ധിയാർജിച്ച അമ്പലമാണ്. ഇത് ഇവിടെ ഇഷ്ടം പോലെ സ്വാമി ഭക്തന്മാരിലൊക്കെ വരുന്നതാണ്. ആറന്മുളയിലാണ് ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയല്. അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇവിടുത്തെ കടകളിലാണ് കിട്ടുന്നത്. നമ്മുടെ മുഖം വ്യക്തമായി കാണാനും ഒക്കെ പറ്റിയ ഒരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. അല്ല, മിക്കവാറും പേർക്ക് അറിയാവുന്നതാണെന്ന് തോന്നുന്നു. വാൽക്കണ്ണാടി എന്നൊക്കെ പറയല്. ഇത് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമാണ്. ഇത് ധാരാളം ഭക്തന്മാർ വരുന്നതാണ്. ഇവിടെ അങ്ങനെ എല്ലാവരും വരും. ഈ ആറന്മുള അമ്പലത്തിൽ എല്ലാവരും വരുന്ന ആറന്മുള അമ്പലം കാണാൻ. നല്ല ഭംഗിയായ ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ ഈ വിൽക്കുന്ന ഒരു സ്റ്റാളാണിത്. അർച്ചന സ്റ്റാൾ എന്ന് പറയും. ഇവിടെ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കടയിൽ. വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. ഇവർ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ. ഈ നെറ്റിപ്പട്ടങ്ങളും പൂക്കളും എല്ലാം ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എല്ലാവരും ഈ ഭക്തന്മാരൊക്കെ ഈ കടകളിലേക്ക് കയറുകയാണെങ്കിൽ ഇഷ്ടംപോലെ എല്ലാവർക്കും ആവശ്യമായ സാധനങ്ങൾ ഒത്തിരി ദൂരെ അലയാതെ നോക്കാതെയും എല്ലാ സാധനങ്ങളും ഈ കടകളിൽ തന്നെ കിട്ടും കേട്ടോ. അർച്ചന സ്റ്റോഴ്സ് എന്നാണ്, അർച്ചന എന്നാണ് ഈ കടയുടെ പേര്. അധികം വിലയൊന്നുമില്ല, എന്നാലും നല്ല സാധനങ്ങളൊക്കെയാണ് വയ്ക്കുന്നത്. ഇവിടെ വാൽക്കണ്ണാടി 30,000 രൂപയുടെ വാൽക്കണ്ണാടി ഉണ്ട്. കണ്ടോ, അവിടുത്തെ ഓണറാണിത്. ചേച്ചിയുടെയാണ് കട. കണ്ടോ, നല്ല സാധനങ്ങളാണ്. ചെറുതും വലുതുമായ ഭക്തർക്ക് വേണ്ടുന്ന ചെറുതും വലുതുമായ വിഗ്രഹങ്ങളും ഫോട്ടോസും എല്ലാം ഉണ്ട്. ഇതാണ് വാൽക്കണ്ണാടി. ഇതിനാണ് 30,000 രൂപ വാൽക്കണ്ണാടിക്ക്. ഉണ്ടോ, നമ്മുടെ മുഖം യഥാർത്ഥമായി കാണാവുന്നതാണ് ഈ വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ ഇറങ്ങി. ഇതാണ് അടിപൊളി സ്ഥലം. കണ്ടോ, ഇവിടെയാണ് വള്ളംകളി നടക്കുന്നത്. ആറന്മുള വള്ളംകളി എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ആ സ്റ്റാർട്ടിംഗ് ഇവിടെ വള്ളംകളി സമയത്ത് ഭയങ്കര തിരക്കാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടുന്നാണ് ഫിനിഷിംഗ് പോയിൻ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടോ, ഇത് ഇത്രയും വെള്ളമേ ഉള്ളൂ ഈ വെള്ളം. ഇപ്പോൾ ഇവിടെ കണ്ടോ, കുട്ടികൾ നടക്കുന്നുണ്ട്. ആറിനക്കരെ ഇക്കരെ കിടക്കാം. ഈ സമയത്തൊക്കെ നീന്തൽ പരിശീലനം നടത്താൻ നല്ല ഒരു ഏരിയ ആണിത്. ഞാൻ നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ നീന്തൽ പരിശീലന നടത്തുന്ന ഈ കാലാവസ്ഥയിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നടത്താൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ വീണാലും കുട്ടികൾ നീന്തൽ അറിയാമെങ്കിലേ നല്ല നേട്ടമല്ലേ.
ഈ കരകളൊക്കെ നല്ല വൃത്തിയാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നാലും പരിസരം നല്ല ശുദ്ധിയായിരുന്ന പരിസരമൊക്കെ ആവട്ടോ. രണ്ട് സൈഡും നല്ല വൃത്തിയാക്കുകയൊക്കെ ആണെങ്കിൽ കാടും ഒക്കെ പിടിക്കാതെ അത് വൃത്തിയാക്കി മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കുവാണെങ്കിൽ കണ്ട എന്തോ മനോഹാരിതയാണെന്ന് നോക്കിക്കേ. അധികം താഴ്ചയൊന്നുമില്ല. എല്ലാവർക്കും ഇവിടെ വന്ന് കുളിക്കുവാനും നീന്തൽ പഠിക്കുവാനും ഒക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഒരു സ്ഥലമാണിത്. ആറന്മുള കായൽ. ഈ കായലിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. പമ്പയാറാണിത്. ഈ ആറ്റിലാണ് 2018 വെള്ളം കയറി, വെള്ളപ്പൊക്കം വന്നപ്പം കയറി, എല്ലായിടത്തും കയറി. അതോടെ ആയിരിക്കാം ഈ വെള്ളത്തിൽ ഇത്രയും മണ്ണിൽ വന്നടിഞ്ഞ് ഇത്രയും വെള്ളത്തിന് ആഴം കുറഞ്ഞത്. ആഴം കുറയാൻ കാരണം ആ വെള്ളപ്പൊക്കത്തിലുള്ള മണ്ണിലെല്ലാം അടിഞ്ഞുകൊണ്ടായിരിക്കാം. എന്തായാലും കൊള്ളാം. ഞാനാദ്യം കാണുകയാണ് ഈ ആറന്മുള കായൽ. നല്ല ഭംഗിയാണ് കാണാൻ. ഇറങ്ങി കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ള ഏരിയയാണ്. നീന്തൽ പഠിക്കാനും ഇറങ്ങി കുളിക്കാനും ഒക്കെ നല്ലതാണ്. അധികം ഒഴുക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല കുട്ടികൾ ഈ ആറിൻ്റെ നടുക്കൂടെ ഓടിയത്. ഇതുവഴി ഇങ്ങനെ കായലിൽ കൂടെ നീന്തൽ പഠിക്കുന്നതുണ്ട് കുഞ്ഞുങ്ങൾ വന്ന് നീന്തൽ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഈ മല മുകളിലും അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നീന്തൽ അറിയത്തില്ല. ആറുമായി ബന്ധമില്ലാത്തിടത്തൊന്നും നീന്തൽ അറിയത്തില്ല. കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുന്ന പരിശീലിക്കുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. നമ്മുടെ സ്കൂളുകളിലും നല്ല ഒരു നീന്തൽ പരിശീലനം സൗകര്യം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കത് വളരെ ഉപകാരമാണ്. ഇവിടെ എല്ലാം ജനങ്ങൾ വന്ന് ഇരിക്കുന്ന ഒരു ഏരിയയാണ്. വള്ളംകളി കാണുമ്പോഴേ ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങൾ ഈ ഓട്ടോയിലാണ് പോയത്. ഞാനും എൻ്റെ കൊച്ചുമോളുമാണ്. അവിടെ ഞങ്ങളൊരു നേഴ്സറി കയറി കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുള്ള ഒരു നേഴ്സറിയാണിത്. നേഴ്സറിയിൽ എല്ലാ സാധനങ്ങളുണ്ട്. ഞാൻ ഒരു 2 തൈകൾ വാങ്ങിക്കാൻ പോയതാണേ. ഒന്ന് അൽഫോൺസ മാവും, അവിടെ ചെന്നപ്പം മിയാസാക്കിയുടെ നാംടോക്മയുടെ ഒരു മാവും തൈ കിട്ടി. അത് രണ്ടും അവിടെ നിന്ന് വാങ്ങിച്ചു. വലിയ വിലയൊന്നുമില്ല, നല്ല തൈകളാണ്. ഇവിടെ നിന്ന് ഞാൻ തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും വലിയ നഴ്സറിയിലൊക്കെ കയറുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷനുമായിട്ട് കയറണം, ഒരു കണക്ക് കൂട്ടലുമായിട്ട് കയറണം. ഇതാണ് അൽഫോൺസ മാങ്ങ. അത് കണ്ടോ ചെറുപ്പത്തിലെ കായ്ച്ച് നിൽക്കുന്നത്. എന്താണ് വാങ്ങിക്കാൻ പോകേണ്ടത്, ഏതൊക്കെ സാധനമാണ് വാങ്ങിക്കാൻ പോകുന്നത്, ഏതിനമാണ് വാങ്ങിക്കാൻ പോകേണ്ടതെന്നൊരു കണക്ക് കൂട്ടലിൽ വേണം നമ്മൾ പോകാൻ. അതിൻ്റെ പേരും ഒക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്താ വാങ്ങിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഈ നഴ്സറിയിലൂടെ നോക്കി നടക്കേണ്ടി വരും. കാരണം ചവർ പോലെ തൈകൾ ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടോ, ഈ തൈകളൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുമ്പോൾ നമുക്കങ്ങ് എന്താ വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു ഇതിലങ്ങ് വല്ലാതായിപ്പോകും. ഏതാ വാങ്ങിക്കേണ്ടത്, ഇത് കണ്ടോ അത് കണ്ടോ എന്നുള്ള ചിന്തയിലായിപ്പോകും. അതുകൊണ്ട് നമ്മൾ നഴ്സറി പോകുമ്പോൾ നമ്മളൊരു കാൽക്കുലേഷനിൽ കണക്ക് കൂട്ടി എഴുതി വെക്കണം. ഇന്ന തൈകൾ വാങ്ങിക്കണം, ഏതിനം മാവ്, ഏതിനം പ്ലാവാണെങ്കിൽ ഏതിനം പ്ലാവ്, ആ പ്ലാവ് പോയി നോക്കിയെടുക്കണം. അല്ലാതെ എല്ലാ തൈകളുടെയും ചോട്ടിൽ പോയാൽ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാകും. ആദ്യം നമ്മൾ ആ സെലക്ഷൻ ചെയ്യാൻ പോയ തൈകൾ വാങ്ങിക്കണം. എന്നിട്ട് വേണം വേറെ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് കറക്റ്റ് തൈകൾ വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, ഇത് ഒത്തിരി ഏറിയായി കിടക്കുന്നതാണ് ഈ നഴ്സറി. ഞാനകത്തോട്ടേക്ക് പോയില്ല. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ കയറി പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. കാടൊക്കെ പിടിച്ച് കിടക്കുക, തണുപ്പ് പറ്റി കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇത് കണ്ട് ചാമ്പ, പനിനീർ ചാമ്പയാണിത്. ചാമ്പ, മാവ്, പ്ലാവ് ഇതെല്ലാം. ഇതുണ്ടോ, ഒരു മുളങ്കാടാണ്. ഈ പോകുന്ന വഴിയാണ്. ഇവിടെയാണ് വെള്ളപ്പൊക്കത്തിനകത്ത് വെള്ളം കയറിയ ഒരു ഏരിയയാണിത്. ഇതുവഴി വെള്ളം കയറി ഒരു നില മുഴുവനും 2018 വെള്ളപ്പൊക്കത്തിൽ ഒരു നില മുഴുവനും വെള്ളം കയറിയ ഒരു ഏരിയയാണ്. നമുക്കിപ്പോൾ കണ്ട നല്ല മനോഹാരിതയാണ്. റോഡ് സൈഡാണ്, കാണാൻ ഭംഗിയുള്ളതാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു
അച്ഛനെ കണ്ട് ആ അച്ഛനത് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. 2018 വെള്ളപ്പൊക്കത്തിൽ 2018 വെള്ളപ്പൊക്കം ആഗസ്റ്റ് മാസം 14-ാം തീയതി വെള്ളം കേട്ടോ ഇതിലെ പമ്പ ഒഴുകി തിരിച്ചു. അപ്പോൾ കെട്ടുമല്ല ഒരു നേരം മുങ്ങി. അപ്പോഴേ ആ വരാന്ത വരെ ചെന്ന് 5 ദിവസം ഇതിനകത്തിരുന്നു. ബാക്കി ലോകം യാതൊരു ബന്ധവുമില്ലാതെ കേട്ടോ. ആണോ? ആ കണ്ടോ? എല്ലാവരും ഇതിനകത്തിരുന്നു. ഞാൻ 2 പേര് ഭാര്യയും ഞാനും ഈ കെട്ടിടത്തിനകത്തിരുന്നു. കൊണ്ടകിരുന്നു. ആദ്യത്തെ നേരം മുങ്ങി. 2ാം നിലയിട്ട് പോരാൻ വേണ്ടി ഇങ്ങനെ അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഒരു എസ് ഐ ഉണ്ട്, സക്കീർ ഹുസൈൻ, അന്നടങ്കാരനാണ്. ഇങ്ങനെ വിളിച്ചാലും ഒന്നും ധൈര്യപ്പെടേണ്ട, ഹെലികോപ്റ്റർ വന്നാൽ നമ്മുടെ ശ്വാസം കൊണ്ടുപോകും മുറ്റത്തിൽ ധൈര്യമായിട്ട് ഒഴിഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം കൂടുതൽ ധൈര്യം പറഞ്ഞു. 18 ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധനം മണ്ടടിച്ചു. എൻ്റെ പ്രമാണം വരെ നഷ്ടപ്പെട്ടു. അയ്യോ, പിന്നെ കിട്ടിയോ ഇപ്പം? പ്രമാണം കോപ്പി കിട്ടി. ഞാൻ ആ വീട്ടിൽ അവിടെ വലിയ തിരിച്ചു വന്നപ്പോഴേക്ക് ഈ ഒരു നില മുഴുവൻ മുങ്ങി. അതായിരുന്നു എൻ്റെ അവസ്ഥ അന്നത്തെ. അതുകൊണ്ടെല്ലാം എല്ലാരും അന്നേരം പോയ ഇവിടുന്ന് രാവിലെ പോയി. ഞാൻ പോയില്ല. അതിനെ പോകാഞ്ഞ തന്നെ പോകാൻ നമുക്ക് ഭയമില്ലല്ലോ. റെഡിയോ ആണോ? അപ്പൊ പമ്പ ഇതിന് തീക്കൊഴി പാലമുണ്ട്. ആ പാലത്തുള്ള തീക്കൊഴി ഈ സൈഡ് പമ്പ ഒഴുകി അന്ന് കാട്ടൂര് 11 കാട്ടുപ്പള്ളി അതിരിയാ. പിന്നെ ആ കുരിശുമ്പോൾ കാണുന്നല്ലോ, അവിടെ ചെന്നാ വെള്ളം നീക്കുന്നു. പിന്നെ വാഴക്ക് അങ്ങ് പോകുമായിരുന്നു. ഞങ്ങൾ ചാനലിനകത്തിടാവേ, കാണണേ. അതെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. നമസ്കാരം.